വേണ്ടിയാണ് ഈ മനുഷ്യന്, കാഴ്ചയില്ലാത്ത ഈ മനുഷ്യന് കാഴ്ച കൊടുക്കുന്നത്. കർത്താവിൻ്റെ ഓരോ അത്ഭുതം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിത്യജീവൻ അഥവാ ആ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇറ്റ്സ് എ സിംബോളിക് തിങ്. അപ്പോൾ കർത്താവ് ഈ മനുഷ്യൻ്റെ കാഴ്ച തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് യേശുവേ ദാവീദ് പുത്ര. അപ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്ന് അവൻ പറയുമ്പോൾ ഈ സങ്കീർത്തനം 2-ലെയും 110-ലെയും യേശു ദാവീദ് പുത്രൻ ആകുന്ന ആ യേശു, മെഷിയ ആകുന്ന യേശു, ആ യേശുവാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ആ രക്ഷകനാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ആ മെഷിയാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ആ മെഷിയോട് അവൻ പറയുന്നത് എന്താണ്? എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ഈ കരുണ എന്തിനാണ് തോന്നുന്നത്? കരുണ തോന്നുന്നത് എന്തിനാണ്? ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ക്ഷമിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇവൻ പാപത്തിൽ ജനിച്ചു, അതുകൊണ്ടാണ് ഇവന് കാഴ്ചയില്ലാത്തത്. മറ്റുള്ളവർക്കൊക്കെ കാഴ്ചയുണ്ട്, ഇവന് കാഴ്ചയില്ല, കാരണം ഇവൻ പാപത്തിൽ ജനിച്ചിരിക്കുന്നവനാണ്. യഹൂദ സമ്പ്രദായത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അത് കൂടാതെ മാനവരാശിക്ക് മൊത്തത്തിൽ എല്ലാവരും മരിക്കുമല്ലോ. അപ്പോൾ പാപത്തിൻ്റെ എഫക്റ്റ് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതിനെയാണ് നമ്മൾ ആദമിൻ്റെ പാപം അല്ലെങ്കിൽ ആദ്യ പാപം എന്ന് പറയുന്നത്. ആ പാപം മൂലം എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, ദ്രവത്വമുണ്ട്. മരണത്തിൻ്റെയും ദ്രവത്വത്തിൻ്റെയും അവസ്ഥ ഏതൊക്കെ മനുഷ്യർക്കുണ്ടോ അവരൊക്കെ പാപത്തിലാണ് ആയിരിക്കുന്നത്. അപ്പം പാപിയായ ഒരു വ്യക്തിക്കാണ് കരുണ വേണ്ടത്. അപ്പോൾ അവൻ പറയുന്ന ഓരോ വാക്കിനും പ്രാധാന്യതയുണ്ട്. ഇത് ഓരോ വാക്കും ലോഡഡ് വാക്കാണ്, തിയോളജിക്കൽ മീനിങ് കൊണ്ട് നിറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അവിടെ പറഞ്ഞെന്താണ്? യേശുവേ ദാവീദ് പുത്ര. അപ്പം യേശുവേ എന്ന് പറഞ്ഞ രക്ഷകനെ, ദാവീദ് പുത്ര എന്ന് പറഞ്ഞ മിശിഹ, രക്ഷകനായ മിശിഹായെ. മിശിഹ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഉടമ്പടിയുടെ അവസാനം ഈ ശാപത്തെ റിവേഴ്സ് ചെയ്തിട്ട് മരണത്തെ മാറ്റിയിട്ട് ദ്രൗത്വത്തെ മാറ്റിയിട്ട് ആ ദൈവം അന്ന് ആദാമിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹത്തിലേക്ക്, ജീവനാകുന്ന സ്നേഹമാകുന്ന, സ്നേഹമുള്ളിടത്ത് നിത്യമായി ജീവിക്കുന്ന അനുഗ്രഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നവനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നീ എന്നോട് കരുണ കാണിക്കുന്നവേ. ഇത് മാനവരാശിയുടെ മുഴുവൻ ഒരു കരച്ചിലാണ്. എല്ലാ മനുഷ്യരും വാസ്തവത്തിൽ ഇവൻ്റെ കൂടെ ഇരുന്ന് കരയണം, എന്നോട് കരുണ തോന്നണമേ. കാരണം എന്താണ്? ഇവൻ കരുണ തോന്നി ആ പാപം ക്ഷമിച്ചെങ്കിൽ മാത്രമേ. അപ്പം നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും നമ്മുടെ പാപം ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താ കാരണം? ഇപ്പോൾ ഞാനൊരു കൊലപാതകം ചെയ്തു. കൊലപാതകത്തിന് മുമ്പ് ഞാനൊരു 1000 നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൊലപാതകത്തിന് ശേഷം ഞാൻ 1000 നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മരണത്തിൽ നിന്ന് നല്ല 1000 പേരെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കൊലപാതകത്തിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടുന്നത് പോലെ ഒറ്റ പാപം മതി നമ്മളെല്ലാവരും പാപിയായി തീരാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം മരണം, അത് നമുക്ക് ലഭിക്കും. മരണം എന്ന് പറഞ്ഞാൽ ദൈവം അന്തിമത്തിൽ നമ്മളെ അവസാനം ദൈവം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ആ ന്യായവിധിയിൽ നമുക്ക് ശിക്ഷാവിധി ലഭിക്കും. അതാണ് പാപത്തിൻ്റെ ശമ്പളം മരണം അഥവാ ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളിൽ മരണം വ്യാപരിക്കുന്നുണ്ട്, കാരണം ആദാം പാപം ചെയ്തുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പാപത്തിൻ്റെ റിസൾട്ടായിരിക്കുന്ന ശിക്ഷാവിധി എന്ന് പറയുന്നത് അവസാനമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഈ ലോകത്തിലല്ല അത് അനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു അവസരം കിട്ടുകയാണ് ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര നല്ല കർമ്മങ്ങൾ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ചെയ്താലും നമ്മുടെ പാപം എന്തായാലും ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല. പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് കരുണ തോന്നിയെങ്കിലും ഒക്കെ ഉള്ളൂ. ദൈവം വെറുതെ ഒന്നും പാപങ്ങൾ ക്ഷമിക്കാൻ പോകുന്നില്ല. ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ മതിയാവൂ. പാപത്തെ ദൈവം ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന നീതിയെ തന്നെ എതിർക്കുന്നവനായി തീരും. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന വിശുദ്ധിയെ തന്നെ എതിർക്കുന്നവനായി തീരും. അതുകൊണ്ട് പാപത്തെ ദൈവത്തിന് ശിക്ഷിച്ചേ മതിയാകൂ. അപ്പോൾ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കുകയും വേണം, പാപിയായ നമ്മളെ രക്ഷിക്കുകയും വേണം. ഇനി സാത്താനും ഉണ്ട് അവിടെ. അപ്പോൾ സാത്താന് വേണമെങ്കിൽ അവന് ഇത്രയൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടും അവന് വേണമെങ്കിൽ ദൈവത്തോട് ഡയറക്റ്റായിട്ട് പോയി ക്ഷമ ചോദിച്ചിട്ട് ദൈവം ഡയറക്റ്റായിട്ട് എല്ലാവരുടെയും പാപം കൂടി ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം ആ സാത്താൻ്റെയും പാപം ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നീതിയുടെ പ്രശ്നം, 2 സാത്താൻ്റെ പ്രശ്നം. നീതിയുടെ പ്രശ്നം എന്താണ്? ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ മതിയാവും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ സ്വഭാവത്തെ, നീതി എന്ന് പറയുന്ന സ്വഭാവത്തെ, വിശുദ്ധി എന്ന് പറയുന്ന സ്വഭാവത്തെ റിജക്റ്റ് ചെയ്യുന്നത് പോലെ ആയിപ്പോകും. അത് ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ. ഇനി പാപത്തെ ശിക്ഷിക്കേണ്ട വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സാത്താൻ്റെ ശിക്ഷ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദൈവം ഇനി എന്താ പറയുന്നത്, വെറുതെ എല്ലാവരുടെയും പാപങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ സാത്താനും വന്ന് ക്ഷമ ചോദിക്കും. സാത്താൻ വന്ന് ക്ഷമ ചോദിച്ചാൽ സാത്താൻ്റെയും പാപം ദൈവം ക്ഷമിക്കേണ്ടതായിട്ട് വരും. സാത്താൻ്റെ പാപം ദൈവം അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നത് പോലെ ദൈവം സാത്താൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ സാത്താനെക്കുറിച്ച് ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ അനുഭവിക്കാൻ പോകുന്ന നിത്യമായ ചില അവസ്ഥകളുണ്ട്. അതൊന്നും നടക്കാതെ വരും. അപ്പോൾ സാത്താനെ ദൈവത്തിന് പണി ചെയ്തേ പറ്റൂ.
രണ്ടാമത് ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് നടപ്പാക്കിയേ പറ്റൂ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കണം, സാത്താനെ പണിഷ് ചെയ്യുകയും വേണം, പാപിയായ മനുഷ്യരോട് ക്ഷമിക്കുകയും വേണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തോട് തുല്യനാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് ഒരൊറ്റ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ആ രണ്ടാമത്തെ കർത്താവ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, മെശിയായ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പിതാവിന് തുല്യനാണ് കർത്താവായ യേശു ക്രിസ്തു. തുല്യനാണെങ്കിലും സ്ഥാനത്തിൽ അവൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു. പിതാവ് കീഴടക്കി വെച്ചിരിക്കുകയല്ല, അവൻ കീഴടങ്ങിയിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. ആ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യരെ അയച്ചപ്പോൾ അവരെ സ്നേഹിക്കാനായിട്ടാണ് അയച്ചത്. ആ സ്നേഹം എന്ന് പറയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ആ സ്നേഹം നിവർത്തിക്കപ്പെടാൻ ആദാം തടസ്സമായി തീർന്നു. പാപത്തിലൂടെ മരണവും ദ്രവത്വവും കടന്നു വന്നു. ഈ മരണത്തെയും ദ്രവത്വത്തെയും പാപത്തെയും നീക്കിയിട്ട് വേണം മനുഷ്യനെ തിരിച്ച് ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക്, പിതാവുമായിട്ട് നല്ല ബന്ധമുള്ള അവസ്ഥയിലേക്ക്, സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും അവസ്ഥയിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു. ആ ജീവനും സ്നേഹവും നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചത്തെ വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യണം? ഈ പാപത്തെ റിവേഴ്സ് ചെയ്യണം. പാപത്തെ റിവേഴ്സ് ചെയ്യാൻ വെറുതെ സാധിക്കില്ല, പാപത്തെ ശിക്ഷിച്ചെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ പാപത്തെ എവിടെ ശിക്ഷിക്കും? എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കാം, അതൊരു വഴിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് പുനരുദ്ധാനം കിട്ടുമോ? ദൈവത്തിൻ്റെ ഇഷ്ടം കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? എല്ലാ മനുഷ്യരോടും ക്ഷമിക്കാം, അതൊരു വേറെ കാര്യമാണ്. പക്ഷേ ആ എല്ലാവരും മനുഷ്യരോട് ക്ഷമിക്കുമ്പം തന്നെ ആ പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ. അപ്പോൾ എവിടെ ശിക്ഷിക്കും? മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപികളായ മനുഷ്യർക്ക് വേറെ ഒരു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കാൻ പറ്റില്ല. അപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ജയിലിൽ കിടക്കുക, അപ്പോൾ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ പറ്റുമോ? ഇല്ല. പുറത്തിരിക്കുന്ന ആകെ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന മാതിരി പുറത്ത്, ഈ സൃഷ്ടിക്ക് പുറത്ത് ആകെ ദൈവം മാത്രമേ ഉള്ളൂ. സൃഷ്ടി മുഴുവൻ പാപം നിമിത്തം മരണത്തിനും ദ്രവത്വത്തിനും സാത്താനും കീഴ്പ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സൃഷ്ടി മുഴുവനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സൃഷ്ടിയെ നോക്കി പറയുന്നത് ഇവിടെ മുഴുവൻ അനീതിയാണ്, പാപമാണ്, വെറുപ്പാണ്, ദുഷ്ടതയാണ് നടക്കുന്നത്. എവിടെ ദൈവം എന്ന് നമ്മൾ ചോദിക്കുന്നത്? കാരണം ഈ സൃഷ്ടി മുഴുവൻ പാപത്തിനും മരണത്തിനും സാത്താനും വെറുപ്പിനും അധീനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യൻ ആദ്യ പാപം ചെയ്തു മുതൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മേലെ മനുഷ്യൻ്റെ പാപം ചുമത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? അവർ ഓൾറെഡി പാപിയാണ്. അവരുടെ യാഗത്തിന് യാതൊരു വിലയും ഉണ്ടാവില്ല. സാത്താൻ പറയും അവൻ്റെ യാഗത്തിന് വിലയില്ല, അവൻ ഓൾറെഡി പാപിയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മേലെ ഇവർ പാപവും കുറ്റവും ഒക്കെ ആരോപിക്കാനായിട്ട് ശ്രമിച്ചത്. കാരണം കർത്താവ് പാപിയാണെങ്കിൽ സാത്താനാണ് അത് ശ്രമിക്കുന്നത് മനുഷ്യരിലൂടെ. കർത്താവ് പാപിയാണെങ്കിൽ കർത്താവിന് ഇവരെ മെസ്സിയ ആകാൻ പറ്റില്ല. കർത്താവിൻ്റെ മെസ്സിയ ആകാൻ പറ്റില്ല എന്നത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവൻ രാജാവായി പോവോ എന്നുള്ളതാണ് അവരുടെ പേടി. അപ്പോൾ രാജാവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പറയുന്നത്. പക്ഷേ സാത്താൻ്റെ വാസ്തവത്തിലുള്ള ഉദ്ദേശം എന്താണ്? ഇവൻ പാപിയാണെന്ന് സ്ഥാപിച്ചെടുത്താൽ പിന്നെ ഇവൻ്റെ യാഗത്തിന്, ഇവൻ ക്രൂശിൽ മരിക്കുന്ന യാഗത്തിന് വില ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എന്തൊക്കെയോ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. സാത്താൻ പ്രവർത്തിക്കുന്നത് അവൻ്റെ കാര്യത്തിന് നമ്മൾ തടസ്സമാണെങ്കിൽ അവൻ നമുക്കെതിരെ ആളുകളെ ഉപയോഗിച്ച് നമ്മളെ തടസ്സപ്പെടുത്താനും നമുക്കെതിരെ വ്യാജമായ കുറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്കെതിരെ അവരെ നമ്മളോടൊരു ശത്രുത്വമുള്ള, അസൂയയുള്ള, നമ്മളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാക്കി തീർക്കാനും ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് ഈ മാനവരാശിയെ തിരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. പാപത്തെ ശിക്ഷിച്ചാലേ സാധിക്കൂ. കാരണം ദൈവം വിശുദ്ധനാണ്, സാത്താൻ്റെ പാപം വെറുതെ ക്ഷമിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിശുദ്ധനായ ദൈവത്തിന് ഈ രണ്ട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. ആ പ്രശ്നം എന്താണ്? ദൈവത്തിൻ്റെ നീതി നടപ്പായേ പറ്റൂ, പാപം ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ, എന്നാലേ ദൈവം വിശുദ്ധനായിരിക്കുള്ളൂ. രണ്ട്, സാത്താൻ ഇപ്പോൾ ദൈവം ഡയറക്റ്റായിട്ട് പാപം ക്ഷമിച്ചിട്ട് എല്ലാവരെയും വിശുദ്ധരാക്കുകയാണെങ്കിലും അവിടെ പ്രശ്നം വരുന്നത് എന്താണ്? സാത്താനും അത് ഫ്രീ ആയിട്ട് കിട്ടും. സാത്താനെ ശിക്ഷിച്ചേ പറ്റൂ. കാരണം സാത്താൻ്റെ ശിക്ഷ ഓൾറെഡി ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കാരണത്താൽ, അതിൽ ഒന്നാമത്തെ കാരണമാണെങ്കിലും മതി, ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ച് മതിയാവും. പാപത്തെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിന് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ നീതിമാനാണ് എന്നുള്ള അവസ്ഥ ദൈവത്തിന് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് മാത്രമല്ല, മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ഒരു വിൻഡോ തുറക്കാൻ ദൈവത്തിന് സാധിക്കും. അപ്പം മനുഷ്യരുടെ പാപം ക്ഷമിക്കുന്ന ഒരു വിൻഡോ ആയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു.
കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിക്ക് പുറത്താണ്. അവൻ സൃഷ്ടിയിലുള്ളവനല്ല. അവൻ പിതാവിന് തുല്യനാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ പിതാവും പുത്രനും ഒന്നാണ്. ആശയപരമായിട്ടും സബ്സ്റ്റാൻഷ്യലിയും അവരുടെ സബ്സ്റ്റൻസും ഒന്നാണ്. അങ്ങനെയുള്ള ഒന്നായിരിക്കുന്ന അവൻ അപ്പം തന്നെ വ്യക്തിത്വത്തിൽ അവർ രണ്ട് വ്യക്തിത്വമാണ്. വൺ ബീങ് 3 persons. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ വ്യക്തിത്വം എന്തിനാണ്? ഈ പാപത്തിൻ്റെ പരിഹാരം നടത്താൻ വേണ്ടിയാണ്. അതിന് അദൃശ്യനായ പിതാവായ ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനെ പോലെയായി വന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യനായി നല്ല മനുഷ്യനെ പോലെ ഉള്ള അവസ്ഥയിലായി വന്നു. അപ്പോൾ ലോകപരമായിട്ട് നോക്കിയാൽ മുഴുവൻ മനുഷ്യനാണ്. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചു. അതിൻ്റെ പാപങ്ങൾ വഹിച്ചെന്ന് പറഞ്ഞാൽ പാപം മുഴുവൻ അവനെ മേലിട്ടു. അവൻ പാപിയായി തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ആ ശിക്ഷ അവൻ ഏറ്റെടുത്തു. അതിൻ്റെ പരിഹാരമാകുന്ന മരണം, ആ ശിക്ഷ പാപത്തിൻ്റെ ശിക്ഷ മരണം. ആ ഒരു പാപത്തെ ഒരു പ്രാവശ്യം ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് യേശു ക്രിസ്തു ഏറ്റെടുത്തു, എല്ലാ മനുഷ്യരുടെയും. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ആരൊക്കെ വിശ്വസിക്കുമോ കർത്താവിൽ, അവരുടെയൊക്കെ പാപത്തിൻ്റെ ശിക്ഷ ദൈവം മായ്ച്ചു കളയും. അവരോടൊക്കെ ദൈവം ക്ഷമിക്കും. എന്നിട്ട് ആ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തതുകൊണ്ട് ആ മരണം നിങ്ങൾക്കും എനിക്കും വരേണ്ട ആ മരണം കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ മരണം മാറിപ്പോവാണ്. കർത്താവ് പാപം, പിതാവായ ദൈവം കർത്താവിൽ കൂടെ പാപം ക്ഷമിക്കുകയാണ്. കർത്താവ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാണ്, പിതാവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഇപ്പം മനുഷ്യനെ കൈക്കൊള്ളുകയും ചെയ്യണം, മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. അങ്ങനെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവർക്കൊരു വഴി കർത്താവ് തുറക്കുകയാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു, മരിച്ചു. ആൾക്കാർ വിചാരിച്ചു ഇതോടെ തീർന്നു. പക്ഷെ അവൻ യഹൂദന്മാരുടെ രാജാവാണ്. അവൻ വാസ്തവത്തിൽ യഹൂദന്മാരുടെ രാജാവാണ്, മെസ്സിയാണ്. അവന് പാപമില്ല. അവന് പാപമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് 3-ാമത്തെ ദിവസം അവനെ ഉയർപ്പിച്ചത്. പാപം ഉണ്ടെങ്കിൽ അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായി പോകും. അപ്പോൾ പാപമില്ല എന്ന് തെളിയിക്കാൻ അവനെ 3-ാമത്തെ ദിവസം ഉയർപ്പിച്ചു. ആ ഉയർപ്പെന്ന് പറയുന്നത് ആ പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്. ഈ പുതിയ സൃഷ്ടി വരും. ഇതിപ്പോൾ സമയത്തിൻ്റെ നടുക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചു. യഹൂദന്മാരുടെ സമയത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മുതൽ അന്ത്യം വരെ ഒരൊറ്റ ലീനിയറായിട്ടാണ് സമയത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ സമയം ഇങ്ങനെ സൈക്കിളായിട്ട് പോകുന്ന മാതിരി എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സമയത്തിൻ്റെ നടുക്ക് ആണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്, മരിക്കുന്നത്, അടക്കപ്പെടുന്നത്. എന്നാൽ ഈ ഉയർപ്പ് വാസ്തവത്തിൽ അവരുടെ കലണ്ടർ പ്രകാരം ഏറ്റവും അവസാനം നടക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ, എല്ലാ മനുഷ്യരുടെയും ഉയർപ്പിന് ഒരു പ്രതീകം എന്നുള്ള നിലയിൽ കർത്താവായ യേശു ക്രിസ്തു സമയത്തിൻ്റെ നടുക്ക് എന്ത് ചെയ്യാണ്? ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കാണിക്കുകയാണ് ഇതാണ് അവസാനം. ആ അവസാനം ഓരോ മനുഷ്യനും കിട്ടണമെങ്കിൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചെങ്കിലും ഒക്കുള്ളൂ. കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ കരുണ എനിക്ക് ലഭിക്കുകയുള്ളൂ. ആ ഭർത്തിമായി എന്ന് പറയുന്ന ആ അന്ധനായ മനുഷ്യന് ആ കർത്താവിൻ്റെ കരുണ വ്യക്തിപരമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കണം. വേറെ ആരെങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ. അവൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. അവൻ ഹൃദയപൂർവ്വം പറയണം, യേശുവേ ദാവീദ് പുത്ര, മെശിയ ആകുന്ന രക്ഷകനെ, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ. അവൻ്റെ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളമാണ് അവന് കാഴ്ച കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് അവിടെ നിന്നു. കർത്താവ് അവിടെ നിന്നിട്ട് കർത്താവ് മുന്നോട്ട് വന്നിട്ടാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് ക്ഷമിക്കുന്ന എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കുന്നത് ഈ ക്രൂശ് മരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മുന്നിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരോടൊക്കെ ക്ഷമിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികളോട് കർത്താവ് ക്ഷമിച്ചു. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയുള്ളൂ. ദൈവമാണ് കർത്താവ് എന്നുള്ളത് കർത്താവ് അവന് വ്യക്തമാക്കി കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ്. അവൻ്റെ പാപം ദൈവം ക്ഷമിക്കുകയാണ്, അവൻ്റെ പാപം കർത്താവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് ചോദിക്കുക, നിനക്ക് എന്ത് വേണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് കാഴ്ച വേണം. അവനറിയാം അവനെന്താ വേണ്ടതെന്ന്. കാരണം കാഴ്ച വന്നു കഴിഞ്ഞാൽ അവൻ്റെ പിതാവിൻ്റെ ഓഹരി അവന് കിട്ടും, അവൻ്റെ സിനഗോഗി മെമ്പർഷിപ്പ് കിട്ടും, ഒരു ഭാര്യ കിട്ടും, മക്കൾ കിട്ടും, ഒരു ഫാമിലി ലൈഫ് കിട്ടും. പിന്നെ അവന് ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അവസ്ഥയ്ക്ക് അടിമുടിയായിട്ട് വ്യത്യാസം വരും. അവന് മുഴുവനായിട്ടും ഒരു വ്യത്യാസം വരും. അവനൊരു പുതിയ സൃഷ്ടിയായി തീരും. ഇനി വരാനിരിക്കുന്ന രാജ്യത്തിൽ നമ്മളൊക്കെയും കർത്താവിനെ പോലുള്ള ഉയർത്തെഴുന്നേറ്റ ശരീരം, ഒരിക്കലും മരിക്കാത്ത, ദ്രവിക്കാത്ത, നശിക്കാത്ത ശരീരങ്ങൾ പ്രാപിച്ച് എന്നേക്കുമായി ജീവിക്കുന്ന, സ്നേഹത്തിലും സമാധാനത്തിലും അഹിംസയിലും സത്യത്തിലും ജീവനിലും എപ്പോഴും ജീവിക്കുന്ന ഒരവസ്ഥ ദൈവം കൊണ്ടുവരാൻ പോവാം.
അതിനുവേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ വരവിൽ തന്നെ ഇവൻ്റെ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളം അവന് കൊടുക്കുകയാണ്.